അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് 2027 ആകുന്ന സമയത്ത് അല്ലെങ്കിൽ 2027 ഇനി ഒരുപാട് ടൂൾസ് നമ്മുടെ യൂട്യൂബിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുമാത്രമല്ല, ഒരു ഐഡിയയും ഇല്ല, അതായത് നമുക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അങ്ങ് കയറിപ്പോവും. കാരണം കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല രസമാണ് സംഭവം. ഞാൻ ഇന്നലെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു ക്ലാസ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളൊരു യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ക്ലാസ് ആകുമ്പോൾ നമുക്കത് ഇൻട്രാക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. എന്തായാലും പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ആളുകളെങ്കിലും പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ഭൂരിഭാഗം ആളുകളും ഇതൊന്നും വലിയ കെയർ കൊടുക്കാതെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എന്താണ് സാധനങ്ങളെന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പിന്നെ ഈ ടൂൾസാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഈ ടൂൾസ്, കുറേ ടൂൾസ്, ഇത്രയും ടൂൾസാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ AI വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ടൂൾസാണ്. ഒന്ന് ക്രിയേറ്റ് വീഡിയോ, മേക്ക് മീ മൂവ്, അതൊക്കെ നല്ല രസമാണ്. മേക്ക് മീ മൂവ് ഒക്കെ, ഫോട്ടോ ടു വീഡിയോ അടിപൊളിയാണ്. അതുപോലെ ഇമേജസ്, ബാക്ക്ഗ്രൗണ്ട്, മ്യൂസിക്. അതിൽ പിന്നെ ഏറ്റവും എനിക്ക് കുറച്ചുകൂടി രസകരമായിട്ട് തോന്നിയത് ക്രിയേറ്റ് വീഡിയോ, മേക്ക് മീ മൂവ്, ഫോട്ടോ ടു വീഡിയോ. അപ്പോൾ മേക്ക് മീ മൂവ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കരാട്ട കളിക്കുന്ന ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് മാറിയിട്ട് ഞാൻ എൻ്റെ മൊബൈലിലാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം മൊബൈൽ നമ്മൾ ആപ്പിലാണ്, അതായത് യൂട്യൂബ് ആപ്പിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. നേരെ നമുക്ക് യൂട്യൂബിൻ്റെ ആപ്പിലേക്ക് വരാം. അപ്പോൾ യൂട്യൂബിൻ്റെ ആപ്പിൽ വന്നിട്ട് നമ്മളിവിടെ സാധാരണ ചെയ്യുന്നത് പോലെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ടൊരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാറിൽ ജസ്റ്റ് ടച്ച് ചെയ്യാം. സ്റ്റാറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരും. ഇതിൽ ആദ്യം ക്രിയേറ്റീവ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റീവ് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അത് വെച്ചിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ മേക്ക് മീ ഹെവി മെറ്റൽ ഡ്രമ്മർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മളൊരു ആശയമുണ്ടെങ്കിൽ അതിന് ചെയ്തെടുക്കാനാണ് നല്ലത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. വെറുതെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കുറേ സമയം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ ലിമിറ്റൊക്കെ തീരുന്ന പോലെ തോന്നി. ഇന്നലെ എന്തൊരു മെസ്സേജ് വന്നു. ഞാൻ അതിലുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു, അപ്പോൾ അത് വന്നു. കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതിനേക്കാളും രസകരമായിട്ടുള്ള ടൂൾസ് വേറെയുണ്ട്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള ചാനലിൽ ഇത് കയറിയിട്ട് ചെയ്തിടണമെന്നില്ല. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാരണം നിലവിലുള്ളതിൽ ഇതിപ്പോൾ ഇട്ടിട്ട് എന്താ ചെയ്യാമെന്ന് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇത് വെച്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും. ഓരോരാളെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഇതിപ്പോൾ AI ചെയ്ത വീഡിയോ ആണ്. നമ്മളവിടെ പ്രോംപ്റ്റ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ എടുത്തത്, ക്രിയേറ്റ് വീഡിയോ എന്നുള്ളത്. ഇനി രണ്ടാമത്തതാണ് മേക്ക് മീ മൂവ്. ഇത് കുറച്ചുകൂടി ഒരു രസമാണ് സംഭവം. ഇപ്പം ഞാനിന്നിപ്പോൾ എൻ്റെ മോൾഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു സംഭവം എടുക്കുക. ഇതുപോലെ ഇപ്പം നമുക്ക് ഒരാളെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ടച്ച് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ എവിടെ ഉണ്ടായിരുന്നു, പോയെന്നാ. ഇതിൽ ജസ്റ്റ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇത് രാവിലെ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുത്തതാണ്, വെറുതെ എടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു ഫോട്ടോ ആണ്. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതുപോലെയുള്ള ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യാം. കുട്ടികളൊക്കെ ഫോട്ടോ വെച്ച് ജനറേറ്റ് ചെയ്യാം. അതിന് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്താൽ എല്ലാവരും കാണുന്ന ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നല്ല രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്കിതുപോലെ നോക്കാം.
കണ്ടോ വന്നിട്ടുണ്ട്. അടിപൊളിയായില്ലേ? അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു നല്ല സൂപ്പറായിട്ടുള്ള വീഡിയോ വരും. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡൺ അടിക്കാം. എന്നിട്ട് നമ്മളത് മ്യൂസിക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മ്യൂസിക്കൊക്കെ ആഡ് സൗണ്ട് കൊടുക്കാം. ദാ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഇതിൽ വരുന്നത് ഇതിനേക്കാളും രസകരമായിട്ടുള്ള മേക്ക് മീ മൂവ് ആണ് എടുത്തത് കേട്ടോ. ഇനി ഫോട്ടോ ഒരു വീഡിയോ ഉണ്ട്, അത് കിടലും സാധനമാണ്, അതും നമുക്ക് എടുക്കാം. പക്ഷേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടി വരണം ഇതിൽ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഇതിൽ നെക്സ്റ്റ് വരുന്നത് ഫോട്ടോ ടു വീഡിയോ ആണ്. ഫോട്ടോ ടു വീഡിയോ എടുക്കുക. ഇതിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പശു, ഈ പശുവിൻ്റെ വീഡിയോ ഇപ്പം ഇന്നലെ എടുത്ത ഫോട്ടോ ആണ്. ഇപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണ്, ഇപ്പം നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ ഇംഗ്ലീഷിൽ കൊടുക്കുന്നു, മേക്ക് കൗ സ്പീക്ക് ഇൻ മലയാളം. മലയാളത്തിൽ കൊടുക്കാം കേട്ടോ, മലയാളത്തിൽ കൊടുത്തെടുക്കും. നോക്കട്ടെ എങ്ങനെ വരും നോക്കാം. കിങ്ങിണി എന്ന് കൊടുക്കാം, നല്ല പേര് കിട്ടി, കിങ്ങിണി. എല്ലാവർക്കും സുഖമല്ലേ? അതിപ്പം എങ്ങനെ വരും എന്നറിയില്ല കേട്ടോ. ഇതിലിപ്പം ഇതുപോലെയുള്ള ഫോട്ടോസ് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്, കാരണം നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. VO3 ആണ് ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവർ യൂട്യൂബിൽ ഉപയോഗിക്കുന്നത്. ഗൂഗിളിൽ തന്നെ VO3 ഉണ്ടല്ലോ. VO3 ഭയങ്കര പെർഫെക്റ്റ് ആണ് നമ്മുടെ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ. എന്റെ പേര് കിങ്ങിണി. എല്ലാവർക്കും സുഖമല്ലേ? It is a pleasure to meet you all today and I hope you are having a wonderful time in this beautiful peaceful day. എന്റെ പേര് കിങ്ങിണി. എല്ലാവർക്കും സുഖമല്ലേ? ബാക്കി അവർക്ക് കൂട്ടിയാട്ടാ, ബാക്കി അവർ കൂട്ടിയാണ്. അതുമാത്രമല്ല കേട്ടോ, നമ്മളിതിൽ ഈ ഇപ്പോൾ ഈ പശുക്കുട്ടീൻ്റെത് പറയുമ്പോൾ ചെറിയ ഒരു കുട്ടിയുടെ ടോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് അങ്ങനെ ചേർക്കാം. ചെറിയൊരു കുട്ടിയുടെ സൗണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരും. ഇപ്പം കൗ സ്പീക്ക് ഇൻ മലയാളം എന്നിട്ട് ഒരു മിനിറ്റ്. കൗ സ്പീക്ക് ഇൻ 10-year-old കിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് അത് പ്രോംപ്റ്റ് മാറുമ്പോൾ കിട്ടില്ല. ഇപ്പോൾ നിങ്ങളൊന്ന് 2-3 പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരും. ഇതൊക്കെ പിള്ളേർ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. എന്നെ ഇഷ്ടമായവർ സബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേർ അച്ഛനെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, അമ്മേനെ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ രാവിലെ മുതലിങ്ങനെ കാണുന്നതാണ്. കുറേയൊക്കെ വർക്കാവും, കാരണം ഈ ഇങ്ങനെയുള്ള ഡയലോഗ് ഇപ്പോൾ ഈ പശുക്കുട്ടീൻ്റെ ഒക്കെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ അതൊരു കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു താല്പര്യം വന്നിട്ട് സബ് ലൈക്കൊക്കെ ചെയ്യും. ബെസ്റ്റ്. എൻ്റെ ലിമിറ്റ് കഴിഞ്ഞു. അതിനകത്ത് കുറേ വർഷം ട്രൈ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല അടിപൊളിയായിട്ട് പറയും, സൂപ്പറായിട്ട് പറയും. ഞാൻ കുറേ ആനേൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോട്ടോ ടു വീഡിയോ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചിങ് ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് പറയണമെന്നൊന്നുമില്ല.
എന്തിനെ കുറിച്ചിട്ടാണ് മ്യൂസിക്, എങ്ങനെയാണ് ഫോട്ടോ ഒക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ നോക്കി ഏത് പിന്നെ രീതിയിലുള്ള മ്യൂസിക്കാണ് വേണ്ടത്, മൂഡ് ഏതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ നമുക്കൊരു മ്യൂസിക് ജനറേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ നമുക്കിത് വെച്ചിട്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ള രീതി ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ജിപിയുടെ ഹെൽപ്പൊക്കെ ചോദിക്കാം, നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുത്ത് ഇത് ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിക്കൊന്ന് കുറേ ക്രിയേറ്റീവായിട്ട് ഇപ്പം ഞാൻ രാവിലെ ഇന്ന് ഇപ്പോൾ ചിന്തിച്ച കുറേ കാര്യങ്ങളുണ്ട് ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഒരു ക്ലാസ്സായിട്ട് എടുക്കാം എന്നൊക്കെ തോന്നിയത് അപ്പോഴാണ്. ക്ലാസ്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിലവിലുള്ള ചാനലിൽ ഇടണമെന്നില്ല, ഷോർട്സ് മാത്രമുള്ള ചാനലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാനുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടാനുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തോ. ഭാഗ്യത്തിന് ചിലപ്പോൾ മില്യണൊക്കെ അടിക്കും. മില്യണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഒരു നല്ലൊരു വരുമാനം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പല പല സാധനങ്ങളും ചെയ്യാം. നമ്മൾ ചുറ്റുവട്ടത്തിലെ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ക്രിയേറ്റീവായിട്ട് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങളിങ്ങനെ കുറച്ച് തലയൊക്കെ ഉപയോഗിക്കുക. തല ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ പരിപാടികൾ ഇങ്ങനെ വരും മനസ്സിൽ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലിമിറ്റ് കഴിഞ്ഞു, അതാണ് പറ്റിയത്. കാരണം ഞാൻ നേരത്തെ അത് 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ പറ്റിയതാണ്. പിന്നെ വേറെ ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ച് എനിക്കിപ്പോൾ റെക്കോർഡിങ് ചെയ്യുന്നത് കൊണ്ട്, പിന്നെ ഇതിൽ ഗൂഗിൾ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പുറമൊക്കെ മാറ്റുമ്പോൾ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ.